സെറ്റ് അണ്ണ മിക്ക ലോലിയുണ്ട്, അത് അത്രയ്ക്കും ടൈറ്റ് ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ എന്തായാലും മുഴുവനായി പോയി തീർക്കാൻ പറ്റില്ല, നമുക്ക് കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കാം കേട്ടോ. കപ്പലണ്ടി 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 കപ്പലണ്ടി. എന്ത് വെള്ളം ഇരിക്കാ? വെള്ളമാ? വെള്ളം വെല്ലം വെല്ലം നിൻ്റെ കയ്യിലല്ലേ? വെള്ളം 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 വെള്ളം. കപ്പലണ്ടി 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 കപ്പലണ്ടി. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഫുഡ് ഫോർ പീപ്പിളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കപ്പലണ്ടിയും വെല്ലവും ഈ രണ്ട് ഐറ്റം കൊണ്ട് നമ്മൾ ഇന്ന് ഒരു അടിപൊളി വലിയ ഒരു കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇതിനെ നിലക്കടല എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിനെ ഓരോ നാട്ടിൽ എന്തൊക്കെ പേരുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ അറിയുന്നവരെ കമൻറ്റ് ചെയ്യാൻ പറയാം, അവർ കമൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് കടലയും ഇതും കൊണ്ട് ഉണ്ടാക്കുന്നത് കടലമുട്ടായി, പിന്നെ കപ്പലണ്ടി മുട്ടായി എന്നും പറയും. അപ്പോൾ എന്താണെങ്കിൽ ശരി, ഈ രണ്ട് ഐറ്റം കൊണ്ട് നമ്മൾ ഒരു അടിപൊളി വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം, ലെറ്റ്സ് ഗോ. ഈ കടലിൻ്റെ പ്രത്യേകത എന്താണെന്നാ? നീ തിന്ന് തീർത്ത് തന്നെ കഴിയല്ലേ? എന്നാൽ തുടങ്ങല്ലേ? അപ്പോൾ വന്നിട്ട് ഈ കടല ഭരിപ്പിക്കായിട്ട് നമ്മൾ എടുക്കുമ്പോൾ, കടലമുട്ടായൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കടല എടുക്കുമ്പോൾ നിലക്കടല നന്നായിട്ട് റോസ്റ്റ് ചെയ്തായിരിക്കണം. അതായത് എന്താ പറയുക, വറുത്തത് നന്നായി വറുത്തെടുത്തിട്ട് ഉള്ള കടലയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതുമാതിരി നന്നായി റോസ്റ്റ് ചെയ്ത കടല നമ്മൾ എടുത്തിരിക്കുന്നത്. റോസ്റ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ തൊലി നമുക്ക് കളയാനായിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ തൊലിയൊക്കെ അങ്ങനെ ആയിരുന്നു വരും. സാധാരണ നമ്മളിങ്ങനെ കടലമുട്ടായൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഊതുക, പിന്നെ തലയിലൊക്കെ. അതാ ഒന്നും വന്നില്ല, അത് നീ നന്നായി ആക്കിയില്ല. അണ്ണാ ഇത് ഊതിയിട്ടൊന്ന് കഴിയോ? എന്ത് ഊതിയിട്ട്? ഈ പൊടി അതായത് ഊതായിട്ടില്ലടാ, ഇതിന് ചേറുക പറയാം. കണ്ട അയ്യോ, ഞാൻ ആക്കി കഴിഞ്ഞാൽ 10-20. എന്നാ ഞാൻ ആക്കി നോക്കട്ടെ. എന്താക്കി നോക്കണത്? അല്ല ഇതേ ഏതേ ഇത് എന്ത് ചേർന്നത് പറഞ്ഞത്? ചേർന്ന് നോക്കട്ടെ. 1/2 കിലോ കടല പോട്ടെ. പിന്നെ അയ്യോ നാക്കുണ്ട് സെൽഫി. ഏയ് ധാരാവി കൊണ്ട് കാര്യമില്ല സെൽഫി, ഞാൻ കാണിച്ചിരുതാ. അത് കാറ്റില്ലേ, ആ പറന്നില്ലേ? എന്തത്? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കടല. നീ ഇങ്ങനെ കപ്പലണ്ടി കയറ്റിയാലേ എണ്ണയും പിണ്ണാക്കും ഒരുപാട് പോവും. ആണോ? ഇത് നമുക്ക് തിന്നാനല്ലേ ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് തിന്നു. നീ ഇപ്പം തന്നെ തിന്നിട്ട് എന്തുണ്ടാക്കണു? അത് ശരിയാണല്ലേ, എണ്ണയും പിണ്ണാക്കന്നെ ഉണ്ടാക്കണം. ഈ വെള്ളം എല്ലാം നമുക്കിങ്ങനെ പൊട്ടിച്ചിടാം. ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ കൈ നല്ല വേദനിക്കും. അപ്പോൾ ഇത് നമുക്കിതിൽ ഇടുക. ഇതിൽ ഫുള്ളായി അങ്ങോട്ട് ഇട്ടിട്ട് സിമ്പിൾ പരിപാടി ചെയ്യാം. ഇതിങ്ങനെ കുത്താൻ പറ്റും. ഇതാണ് നല്ല പരിപാടി. ഇതാണ്, കൈയും വേദനിക്കില്ല, റിസ്ക്കും എടുക്കണ്ട. ഇതാ ആക്കണം കഴിഞ്ഞ. വെല്ലം നമ്മൾ ഈ ചട്ടിയിൽ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തീ കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെല്ലം പൊടിച്ചെടുത്തതിൽ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ആദ്യം പറഞ്ഞത് വെല്ലം, രണ്ടാമത്തെ വെള്ളം. ഇനി നമുക്കിത് അടിയോടെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഇളക്കലാണ്. ഇളക്കാൻ സ്വലാഹില്ല, അതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ സ്വലാഹ് ഷെയ്യിലും കൂടെ ഒരു ഒട്ടകത്തിൻ്റെ കഴുത്തിന് അങ്ങോട്ട് പൊളിയായി ചുട്ടിട്ടുണ്ട്. ചുടാറിന് സ്റ്റീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ താഴെ ഒന്ന് കണ്ടു നോക്കുക. അടിപൊളി വീഡിയോ. കണ്ടവരും കാണാം, ഒന്നും കൂടെ അടിപൊളിയാണ്. അപ്പോൾ ഈ വെല്ലം പാവായി മാറിയിട്ടുണ്ട്. അപ്പോൾ പാവ് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടി ഇനിയും പിടിക്കാനുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്കിതിങ്ങനെ ഇളക്കി കട്ടി ആവുന്നവരെ നമുക്ക് ഈ ഒരു ഫ്ലെയിമിൽ തന്നെ പാവ് നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട്. ആഹാ, നമ്മൾ പഞ്ഞിമുട്ടായി ഉണ്ടാക്കുമ്പോൾ വന്നില്ല അതുപോലെ ഉണ്ട്. പാവുന്ന് അത് സെപ്പറേറ്റ് ആയിട്ട് പോകണം, പഞ്ഞിമാരി. വെല്ലം പാവാകുമ്പോൾ തന്നെ നമുക്ക് ഈ ഗ്രാനൈറ്റിൽ ഈ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ നെയ്യെല്ലാം ഇതിലിങ്ങനെ ഒഴിച്ചിട്ട് ഇത് നമുക്കിങ്ങനെ എല്ലാം ഇവിടെ നിന്ന് പരത്താം. വെല്ലപ്പാവ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഈ നിലക്കടല, ഈ കപ്പലണ്ടി നമുക്ക് അതിലിട്ട് കൊടുക്കുക. അതിന് മുന്നായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ തീ ഇല്ലാണ്ടാണ് നമ്മൾ ഇനിയുള്ള പരിപാടി. നന്നായിട്ട് നമുക്ക് ഈ പാവും കടലയും കൂടെ ഒന്ന് മിക്സാക്കണം. ഇപ്പം തന്നെ ഏകദേശം കട്ടിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത്ര സ്പീഡിൽ ഇത് ഇളക്കിയെടുക്കണം. ഇല്ലെങ്കിൽ ഇത് കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കടല മുട്ടായിൻ്റെ മിക്സ് നമുക്ക് അങ്ങോട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. കടലപ്പരിപ്പ് നമുക്കൊന്ന് ഉണങ്ങാനായിട്ട്, ഉണങ്ങി വരുന്നത് വരെ നമുക്ക് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം. വലുതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റുക, ഇതിങ്ങനെ വലുതായിട്ട് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തിട്ട് സാധാ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. മാക്സിമം നമുക്കിതിങ്ങനെ പരത്തിയെടുക്കാം. അതെ, പരത്തി വൃത്തിയാക്കി ഒരു ലൈനാക്കാം. സെറ്റണ്ണ. അതെ, മിക്ക ലോലയുണ്ട്. അത് അത്രയ്ക്കും ടൈറ്റ് ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ എന്തായാലും മുഴുവനായി പരത്തിയെടുക്കാൻ പറ്റില്ല, നമുക്ക് കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ വലുപ്പത്തിൽ എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും വന്നിട്ട് ഈ കട്ട് ചെയ്യാവുന്നതിന് മുന്നേ തന്നെ മുറിക്കേണ്ടതാണ്. നമ്മൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പേർത്തിയെടുക്കുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഇങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കടലപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എടുത്ത് മൂന്നാ നണ്ട അതെന്താ വലുതെടുത്താല് മധുരം ആയതുകൊണ്ടേ നല്ല മധുരം. മധുരം അടിപൊളി. വെല്ലം സൂപ്പറായിട്ടുണ്ട്. അതെ, വെല്ലം ആയതുകൊണ്ടാണല്ലോ മധുരം. കടല അടിപൊളിയാണ്. വെല്ല ചായക്ക് ഇത്ര മധുരം ഇല്ലല്ലോടാ, വെറൈറ്റി വെല്ല. അത് നാടൻ വെല്ലമാണ്. കഴിക്കടാ. സൂപ്പറാ, നല്ല മധുരം. മൂന്നെന്താ അഭിപ്രായം? എങ്ങനെയുണ്ട്? മൂന്നൻ ഡോസായ പോലെ ഉണ്ട്. മോൻ നോക്ക്, കണ്ണൊക്കെ അവൻ്റെ എങ്ങനെയായി. സംഭവം വേറൊന്നുമില്ല, നമ്മളിട്ടതിൽ കടല കുറച്ച് കുറവും പാവ് കൂടുതലും ആയിപ്പോയി. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലായിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ മധുരം ഡബിളായി. നല്ല മധുരം കഴിക്കണ്ടോ? എന്തായാലും മധുരത്തിന് കുറവില്ല അല്ലേ? അത് സൂപ്പറാ. 2 പീസ് കഴിച്ചാൽ മതി. അതെ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി വ്യത്യസ്തമായ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. വേണം എന്താ രസമുണ്ടോ? രസമുണ്ടേ.